മാധ്യമങ്ങളിലൂടെ ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്നത്, തുടർന്ന് നടക്കുന്ന വചനഘോഷണത്തിൽ പങ്കാളികളാകുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തില് പ്രാരംഭമായി എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മാധ്യമങ്ങളുടെ തലക്കെട്ട് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തി കർത്താവ് എന്നെ ഏൽപ്പിച്ച വചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആശിക്കുന്നു. ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ കണ്ട തലക്കെട്ട് ചരിത്രപരമായ കരാർ, എ ഹിസ്റ്റോറിക് അക്കോർഡ് എന്നാണ് ഖലീജ് ടൈംസിൽ വന്ന തലക്കെട്ട്. മനോരമ അതിന് വലിയ വിശാലമായ ഒരു തലക്കെട്ട് കൊടുത്തു, ചരിത്രപരമായ കരാർ. അതാരെങ്കിലും ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചരിത്രപരമായ ഒരു കരാറ് ഈ ലോകത്തിൽ നടന്നിരിക്കുന്നു. എന്താണ് ആ ചരിത്രപരമായ കരാറ്? ഇസ്രയേലും UAEയും തമ്മിൽ ഒരു ധാരണയിലെത്തിയിരിക്കുന്നു. അവര് സ്നേഹത്തിലും ഐക്യതയിലും സമാധാനത്തിലും മുൻപോട്ട് പോകുവാൻ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു, ഒരു സമാധാന കരാർ. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു നയതന്ത്ര ബന്ധം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉളവാകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇനിയും അറബ് രാഷ്ട്രങ്ങളിൽ പലതും ഇതേപോലെ തന്നെ ഈ സമാധാന കരാറിലേക്ക് കടന്നു വന്ന് ഇസ്രയേലുമായിട്ട് ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട് ഈ മിഡിൽ ഈസ്റ്റ് പ്രശ്നത്തിന് ഒരു പരിഹാരം വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഇന്ന് ലോകത്തിന് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സമാധാന കരാറിലേക്ക് ഏർപ്പെട്ട ഇസ്രയേൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിയാകുന്ന ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞുകൊണ്ടിരുന്നു, വെസ്റ്റ് ബാങ്കിലെ ചില പ്രദേശങ്ങൾ ഞങ്ങളുടെ രാജ്യത്തോട് ചേർക്കാൻ പോകുകയാണ്. We are going to annex some areas of Westland. അപ്പോൾ വെസ്റ്റ് ബാങ്കിലെ അങ്ങനെ ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് തൽക്കാലം ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നു. ഈ ലോക സംഭവങ്ങൾ കാണുന്ന ദൈവമക്കൾ, വചനമറിയാവുന്ന ദൈവമക്കളെ ഞാൻ ഒരു വേദവാക്യത്തിലേക്ക് നയിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രസംഗ വിഷയം അതല്ല, എങ്കിലും സമകാലീന വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളൊക്കെയും വേദ വിദ്യാർത്ഥികളാണ്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. 1 Thessalonians chapter 5 verses 1, 2 and 3. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അടുത്ത വാക്യം, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതല്ല. നെക്സ്റ്റ് വേഴ്സ് ഓൾസോ, 4-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കട്ടെ. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. നെക്സ്റ്റ് വേഴ്സ് ഓൾസോ, 5-ാം വാക്യം കൂടെ, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ഈ വെളിച്ചത്തെ കുറിച്ചൊരു ബോധം തരുവാൻ വേണ്ടിയാണ് ഈ വാക്യം വായിച്ചത്. അതിന്റെ 3-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. Go back to verse 3. അവർ സമാധാനമെന്നും when they shall say peace and safety, then sudden destruction cometh upon them as
travail upon a woman with child, and they shall not escape. അവർക്ക് തെറ്റി ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത ഒരു നാശകരമായ ദിവസം വരുന്നു എന്ന് വേദപുസ്തകം പഠിക്കുന്ന ഏതൊരു വ്യക്തിയും തിരിച്ചറിയുക. എന്തിനാണ് ഞാനിത് പ്രാരംഭമായിട്ട് ഓർപ്പിച്ചത്? ലോകത്തിൽ നടക്കുന്ന ഏതൊരു സംഭവവും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം വിശകലനം ചെയ്ത് അറിഞ്ഞിരിക്കണം. ഒരു സമാധാനം ഉണ്ടാകുമെന്നുള്ളത് വചനം പറയുന്ന വിഷയമാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ ചില കുതിരകളെ കുറിച്ച് പറയുന്നുണ്ട്. വെള്ള കുതിര, ചുവന്ന കുതിര, കറുത്ത കുതിര, മഞ്ഞ കുതിര. അതിൽ ഒന്നാമത് വരുന്ന വെള്ളക്കുതിര വെള്ള സമാധാനത്തെ കാണിക്കുന്നു. അപ്പൊ സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടൊരു ലോകരാഷ്ട്ര നേതാവ് എഴുന്നേൽക്കുവാനുള്ള സമയമായി വരുന്നു. അതിന്റെ മുന്നോടിയാണ് ഇന്ന് നടക്കുന്ന ഈ പീസ് ട്രീറ്റുകളെന്നൊക്കെ നാം തിരിച്ചറിയുക. പക്ഷെങ്കിൽ ഇത് നിലനിൽക്കത്തില്ലെന്നും ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ അരുമനാഥന്റെ വരവിനോട് നമ്മൾ അടുത്തിരിക്കുന്നു. നമ്മൾ ഇരുട്ടിന്റെ മക്കളല്ല, വെളിച്ചത്തിന്റെ മക്കളാകയാൽ ആ ദിവസം നമുക്ക് ഒരു കണിയായി ഭവിക്കാതെ, ഒരു ദിവസമായി ഭവിക്കാതെ, ആ ദിവസം നമുക്ക് നമ്മുടെ ഉയർപ്പിന്റെ ദിവസമായി, നമ്മുടെ പുനരുദ്ധാനത്തിന്റെ ദിവസമായി ഭവിക്കേണ്ടതിന് നാം നമ്മെ തന്നെ ഒരുങ്ങുക. അതാണ് ഈ ചരിത്രപരമായ കരാറും അക്കോടും ദൈവമക്കളായ നമ്മോട് വിളിച്ചു പറയുന്നു. ദൈവമായ കർത്താവ് ഈ വചനങ്ങൾ കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ചിന്തകളെ നിറയ്ക്കട്ടെ. വരും ദിവസങ്ങളിൽ പിന്നെയും നമുക്ക് ഈ വിഷയങ്ങളെ ധ്യാനിക്കാൻ പറ്റും. ഇന്ന് പകലില് നാം വായിച്ച സങ്കീർത്തനം 90-ാം സങ്കീർത്തനമാണ്. ആരെഴുതിയ സങ്കീർത്തനമാണെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. ഇത് മോശയാൽ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. തന്റെ ജ്യേഷ്ഠ സഹോദരനായ അഹരോന്റെ നിര്യാണത്തിൽ താൻ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് മനുഷ്യ ജീവിതത്തിന്റെ നൈമിഷികതയെ കുറിച്ചൊക്കെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം. ഇതിന്റെ ചില വാക്യങ്ങൾ വളരെ പ്രസക്തമായി സംസ്കാര ശുശ്രൂഷകളിൽ വായിച്ച് നാം കേൾക്കാറുള്ളതാണ്. അത് താഴോട്ട് പറയുന്നുമുണ്ട്. അതിന്റെ പ്രാരംഭ വാക്യത്തിൽ മോശ ഇങ്ങനെ ഓർപ്പിക്കുന്നു: കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ബിഫോർ വേഴ്സ് 1 ഒന്നാം വാക്യം എന്താണ് പറയുന്നത്? ലോർഡ്, thou hast been our dwelling place in all generations. തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു എന്നാണ് മോശ ഓർപ്പിക്കുന്നത്. അതിന്റെ 3-ാം വാക്യമാണ് സാധാരണ നമുക്കൊക്കെ കാണാതെ അറിയാവുന്ന ഒരു വാക്യം. നീ മർത്യരെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു മനുഷ്യനും ആ ആത്മാവിനെ കൊടുത്ത ദൈവം വിളിക്കുമ്പോൾ മടങ്ങിപ്പോകേണ്ടവരാണ് എന്നുള്ള ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു പച്ചയായ സത്യം ഇവിടെ മോശ നമ്മോട് അറിയിക്കുകയാണ്. നാം ഒക്കെ അറിയുന്നതാണല്ലോ. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകും. അപ്പോൾ ജീവിതത്തിന്റെ ആ നൈമിഷികതയെ കുറിച്ച് പറയുകയാണ്. വേഴ്സ് 6, അവർ അതിരാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകും. വെറും പുല്ലിനോട് മനുഷ്യ ജീവിതത്തെ താരതമ്യപ്പെടുത്തി പറയുകയാണ്. രാവിലെ തഴച്ചു വളരുന്നതും വൈകുന്നേരം വാടിപ്പോകുന്നതുമായ ഒരു പുല്ലിനോട് സദൃശ്യമാണ് മനുഷ്യ ജീവിതം. പിന്നെ പറയുന്നു, ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു. For we are consumed by thine anger, and by thy wrath are we troubled.
8-ാം വാക്യം, ഇതിൽ നിന്ന് ചില ചിന്തകളാണ് ഇന്ന് പകൽ എന്നെ ഭരിക്കുന്നത്. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിൽ, ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. Thou hast set our iniquities before thee, our secret sins in the light of thy countenance. നീ ഞങ്ങളുടെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കും. പ്രൈസ് ഗോഡ്. ഈ വാക്യം കാണിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ രഹസ്യങ്ങളാകുന്ന പാപങ്ങളെ വരികയും അറിയുകയും അതിന് പ്രാധാന്യം കൊടുക്കുകയും അതുകൂടെ വെച്ച് നമ്മെ വിധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നതെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പരസ്യമായ പാപമുണ്ട്, രഹസ്യമായ പാപമുണ്ട്. പരസ്യമായ പാപം മറ്റുള്ളവർ കാണുക നാം ചെയ്യുന്ന പാപങ്ങൾ അല്ലേ? അവിടെ പാപങ്ങളുടെ പട്ടിക പറയുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ ഈ 2 തരത്തിലുള്ള ജഡത്തിന്റെ പ്രവർത്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ പറയുന്ന ചിലത് മനുഷ്യർക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്ന പാപപ്രവർത്തികൾ. അവിടെ ക്രോധമുണ്ട്, ദുർനടപ്പുണ്ട്, അങ്ങനെ മദ്യപാനമുണ്ട്, വെറിക്കൂത്തുണ്ട്, ഇതൊക്കെയും ശാഠ്യമുണ്ട്, ദ്വന്ദ്വപക്ഷമുണ്ട്. ഇതൊക്കെ മനുഷ്യന് പുറമേ കാണാൻ പറ്റുന്ന പാപങ്ങളാണ്. എന്നാൽ കാണാൻ കഴിയാത്ത ചില പാപങ്ങളും ചില ജഡത്തിന്റെ പ്രവൃത്തികളും അവിടെ ഓർപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ എന്താണ് പറയുന്നത്, ജലസി, എൻവി അല്ലേ? ഇതൊക്കെയും അവിടെ നമ്മളോട് അറിയിക്കുന്നത് നമുക്ക് പുറത്താരും കാണുന്നില്ലെങ്കിലും എന്നാൽ നമ്മുടെ അകത്തുള്ള അസൂയ, പിണക്കം, പക, ജാരശങ്ക, ദുഷ്കാമം ഇതൊക്കെയും ആരും കാണുന്നില്ല എങ്കിലും നമ്മുടെ അകത്തുള്ള സാധനങ്ങളായി അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളായി വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇതിലൊക്കെയുള്ള കുഴപ്പങ്ങൾ എന്താണ്? പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ വേർപിടിക്കുകയും ചെയ്യുന്നതാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ഇടയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഏതൊരു വസ്തുതയും പാപമാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു അല്ലേ? ലക്ഷ്യം തെറ്റുക എന്നൊക്കെ അതിന്റെ ഗ്രീക്ക് പദത്തിന് അർത്ഥമുണ്ടെങ്കിലും മിസ് ദ മാർക്ക് എന്നൊക്കെ പറയും. എന്നാൽ ലക്ഷ്യം തെറ്റുക എന്ന് പറയുമ്പോൾ മാർഗം തടസ്സപ്പെട്ടാൽ ലക്ഷ്യം തെറ്റും. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനിടയിൽ, റിലേഷൻഷിപ്പിനിടയിൽ വന്ന് അതിന് തടസ്സമുണ്ടാക്കുന്നതാണ് പാപം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം അങ്ങനെ രഹസ്യത്തിൽ നാം അറിയാതെ പോലും നാം വളരെ ഗൗനിക്കാതെ, നാം സീരിയസ് ആയി എടുക്കാത്ത നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നു ഇത്തരത്തിലുള്ള രഹസ്യ സ്വഭാവമുള്ള പാപങ്ങൾ നമ്മളിലുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വേദപുസ്തകത്തിൽ ദൈവവും മനുഷ്യരും അല്ലെങ്കിൽ ആത്മാക്കളും തമ്മിലുള്ള ബന്ധത്തെ ഒരു കാവ്യരൂപത്തിൽ എടുത്തു പറഞ്ഞ പ്രശസ്തമായ ഒരു കവിത നമ്മുടെ വേദപുസ്തകത്തിലുണ്ട്. അതിനെ സോങ് ഓഫ് സോളമൻസ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ ഉത്തമ ഗീതം എന്ന് വിളിക്കുന്നു. ഒരു ശൂലേമി തന്റെ കാന്തനും മണവാളനുമായ ആ ശാരോണിലെ പനിനീർ പുഷ്പത്തെ ആയിരങ്ങളിൽ അതിശ്രേഷ്ഠനും അതിസുന്ദരനുമായ തന്റെ ആ ആട്ടിടയ ചെറുക്കനുമായിട്ടുള്ള സ്നേഹത്തെ, ബന്ധത്തെ കാണിച്ചുകൊണ്ട് ശലോമോൻ പാടിയ പാട്ടുകളാണല്ലോ ഉത്തമഗീതം അല്ലെങ്കിൽ സോങ് ഓഫ് സോങ്സ്. ആ സോങ് ഓഫ് സോങ്സിൽ 2-ാം അധ്യായത്തിലെ ഒരു പ്രസക്തമായ വാക്യം നിങ്ങളെ ഓർപ്പിച്ച് ഈ വിഷയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്.
I would request you to go to the book of Song of Songs, chapter 2, verse 15. ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കുക, മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവേ. ചെറുകുറുക്കന്മാരെ, നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവേ. Take us the foxes, the little foxes that spoil the vines of our vines have tender grapes. So the topic of today's discussion or discourse is the little foxes that spoil the vines. മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ. ഈ വാക്യത്തിൽ നിന്ന് 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു. ഒന്ന്, അതില് പ്രതിപാദിക്കപ്പെടുന്ന വിഷയമാണ് മുന്തിരിവള്ളി. 2, ചെറുകുറുക്കന്മാർ. അപ്പോൾ മുന്തിരിവള്ളി നശിപ്പിക്കപ്പെടുന്നു. അത് ചെയ്യുന്നത് മറ്റാരുമല്ല, ചെറുകുറുക്കന്മാരാണ്. അത് പിടിക്കണം. അതിനെ പിടിച്ച് ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഈ മുന്തിരിവള്ളിയിൽ ഫലമുണ്ടാകാൻ ഇടയാകത്തുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കടന്നു വരികയാണ്. ഈ ഉത്തമഗീതം എന്ന പുസ്തകം നമുക്കറിയാം, സോങ് ഓഫ് സോങ്സ്. വേദപുസ്തകത്തിൽ 2 പുസ്തകങ്ങളാണ് ദൈവമെന്ന പദപ്രയോഗമില്ലാത്തത്. There are 2 books in the Holy Bible which then doesn't mention a word about God. One is the Song of Songs and another one is the book of Esther. ഉത്തമഗീതവും എസ്തേറിന്റെ പുസ്തകവും, ഈ 2 പുസ്തകങ്ങളിൽ ദൈവമെന്നോ യഹോവയെന്നോ എന്നുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ പര്യായ പദങ്ങളിൽ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത 2 പുസ്തകങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്തരം ഒരു പുസ്തകത്തെ ഈ വേദപുസ്തകത്തോട് കൂട്ടിച്ചേർത്തതെന്നൊരു ചോദ്യം ആർക്കും ഉണ്ടാകും. ഇതിനൊരു കാരണമുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന വിഷയം വാസ്തവത്തിൽ ഇസ്രയേലിനോടും ഇസ്രയേലിനെ മണവാട്ടിയായിട്ടും കാന്തയായിട്ടും ദൈവത്തെ മണവാളനായിട്ടും കാന്തനായിട്ടും ചിത്രീകരിക്കുന്നു എന്ന് യഹൂദ റാബായിമാര് ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് പഠിച്ചതിന് ശേഷം അവരങ്ങനെ ഒരു തീരുമാനത്തിലെത്തി, ഇത് വേദപുസ്തകത്തിൽ ചേർക്കപ്പെടേണ്ട പുസ്തകമാണ് എന്ന്. അടുത്തടുത്ത ശലോമോൻ എഴുതിയ 2-3 പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം. സദൃശ്യവാക്യങ്ങളെ ഇസ്രായേൽ റാബായിമാർ ഒരു സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. സഭാപ്രസംഗിയെ അതിന്റെ വിശുദ്ധ സ്ഥലത്തോട് ഉപമിച്ചിരിക്കുന്നു. ഉത്തമഗീതത്തെ അതിപരിശുദ്ധ സ്ഥലത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഇതെല്ലാം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ സദൃശ്യവാക്യങ്ങൾ, ദ പ്രോവർബ്സ്, എന്താണ് ഒരു വ്യക്തിയെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും അവനെ ശുദ്ധീകരിക്കുവാനും അവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന, അവൻ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന യാഗപീഠമുള്ള പ്രാകാരത്തെ കാണിക്കുമ്പോൾ സഭാപ്രസംഗിക്കകത്ത് അവിടെയും വന്ന് ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക്, ലോകത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് മാറി സകലതും മായയാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് മായയല്ലാത്ത സത്യത്തിലേക്ക് വരുന്ന, വെളിച്ചത്തിലേക്ക് വരുന്ന ഒരനുഭവമാണ് നമ്മൾ ആ ഒരു സഭാപ്രസംഗത്തിൽ കാണുന്നത്. എന്നാൽ ഇവിടെ ഉത്തമഗീതം ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ്. അതിപരിശുദ്ധ സ്ഥലത്ത് തേജോമയനായ ദൈവത്തെ, കെരൂബുകളുടെ നടുവിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തെ, ആ കെരൂബുകളുടെ നടുവിൽ കൃപാസനത്തിന്റെ മുകളിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും ബന്ധത്തെയും കാണിക്കുന്നതായതുകൊണ്ടാണ്
ഈ ഉത്തമഗീതത്തെ അങ്ങനെ വിശകലനം ചെയ്യുവാൻ കാരണമായത്. നാം ഈ വായിച്ച വാക്യത്തിന്റെ Song of Songs chapter 2 verse 14 അതിന്റെ 14-ാം വാക്യം, മുകളിലത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. പലപ്പോഴും നാം വായിച്ച് കേട്ടിട്ടുള്ള ഒരു വാക്യമാണ്. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകും. അപ്പോൾ തന്റെ കാന്തയെ വിശകലനം ചെയ്യുക. ശൂലേഖിയാകുന്ന ആ കറുത്ത പെൺകുട്ടിയെ, ഇരുണ്ടവളെ സൗന്ദര്യമുള്ളവളായി ചിത്രീകരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അവൾ കറുത്തവളാണ് ശൂലേഖി. എങ്കിലും അവളുടെ സൗന്ദര്യ രാജാവ് ആകൃഷ്ടനാണ്. ദൈവസഭയെ, ദൈവമക്കളെ, നമ്മളുടെ സൗന്ദര്യം പുറമേ ഉള്ള സൗന്ദര്യമൊന്നും കണ്ടല്ല ഈ രാജാവ് നമ്മളിൽ ആകൃഷ്ടനായത്. ഈ കാന്തൻ നമ്മുടെ കാന്തനായി മാറിയത്. അവൻ നോക്കിയത് അവളുടെ അകമേയുള്ള സൗന്ദര്യത്തെയാണ്. പുറമേയുള്ള നമ്മുടെ ആകൃതിയോ സൗന്ദര്യമോ കണ്ടിരുന്നെങ്കിൽ നമ്മെ ഇഷ്ടപ്പെടുവാനുള്ള യോഗ്യതകളൊന്നും നമ്മളിൽ ഇല്ലായിരുന്നു. എന്നാൽ അതൊന്നും കണക്കിടാതെ നമ്മെ സ്നേഹിച്ച ആ കാന്തനുമായിട്ടുള്ള ഒരു ബന്ധം, ആ റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ആ റിലേഷൻഷിപ്പിന് വന്ന ഒരു പ്രതിസന്ധിയാണ് അടുത്ത വാക്യം ഓർമ്മിക്കുന്നത്. അതിന്റെ 15-ാം വാക്യം പറയുകയാണ്, അവരുടെ റിലേഷൻഷിപ്പ് വളർന്നു, അവരുടെ ബന്ധം വളർന്ന് ദൃഢമുള്ളതായി. ഇപ്പോൾ ആ ബന്ധം പൂത്തു നിൽക്കുന്ന ഒരു സമയത്തിലേക്ക് എത്തി. The relationship has come to a stage where it produces flowers. അപ്പോൾ ഒരു ബന്ധം ഊഷ്മളമായതിന്റെ തെളിവാണ് അവിടെ എന്തുണ്ടായി? ഫലങ്ങൾ ഉണ്ടാകുന്നു, പുഷ്പങ്ങൾ ഉണ്ടാകുന്നു, കായ്കൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ശൂലേഖി പറയുകയാണ്, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കുകയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുന്നു. അവളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രതിസന്ധി അവൾ മുൻപോട്ട് കാണുന്നു. എന്താണ് ശൂലേഖി കാണുന്ന പ്രതിസന്ധി? അവളുടെ ഭവനത്തിനകത്ത്, മുന്തിരിത്തോട്ടത്തിനകത്ത് അവളുടെ കാന്തനുമായിട്ടുള്ള, മണവാളനുമായിട്ടുള്ള ബന്ധം നശിപ്പിക്കത്തക്ക നിലയിൽ ചില കുറുക്കന്മാർ, ചെറു കുറുക്കന്മാർ അകത്തു കടന്നിട്ടുണ്ടോ എന്ന് ഒരു സംശയം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഈ കുറുക്കന്മാർ അകത്തു കടന്നാൽ ന്യായമായും നശിപ്പിക്കുന്നത് ഈ കൊമ്പുകളിൽ ഇപ്പോൾ പൂത്തു നിൽക്കുന്ന പൂവും അത് തന്നെയല്ല അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇളം കായികളുമാണ്. അല്ലെങ്കിൽ അത് നിന്റെ ഫലത്തിന് വിരോധമായുള്ള ഒരു പോരാട്ടമാണ്. ഈ തോട്ടം ഇപ്പോൾ പൂത്തു നിൽക്കുകയാണ്, ബ്ലോസം. എന്താണ് ചെറുകുറുക്കന്മാർ ഇപ്പോൾ വരാൻ കാരണം? കഴിഞ്ഞൊരു സീസൺ മുഴുവൻ ഈ തോട്ടം ഇതുപോലെ കിടപ്പുണ്ടായിരുന്നു. ഈ കുറുക്കൻ ആ സമയത്തൊന്നും വരണ്ടായിരുന്നു. എന്നാൽ ഈ മുന്തിരിവള്ളികൾ പൂത്തതിന്റെ മണം, അതിന്റെ സൗരഭ്യം അടിച്ചു തുടങ്ങിയപ്പോൾ കുറുക്കന് മനസ്സിലായി കായ്കൾ വന്നു തുടങ്ങുന്നു. അത് തിന്നുന്നത് ഈ കുറുക്കൻ ഇഷ്ടമാണ്, അത് നശിപ്പിക്കും. അത് കടിച്ച ഇതിന്റെ തലകളൊക്കെ മുറിച്ചു കളയും, ഇളം തണ്ടുകളൊക്കെ കടിച്ച് നശിപ്പിച്ചു കളയും ഈ കുറുക്കന്മാർ. അപ്പൊ ഈ ബന്ധം പൂത്തു എന്നുള്ളത് ആരും പറയാതെ, ഒരു അഡ്വർടൈസ്മെന്റും കൊടുക്കാതെ കുറുക്കന്മാർക്ക് മനസ്സിലായി.
ഇത് എന്റെയും നിന്റെയും മണവാളനാകുന്ന ക്രിസ്തുവിനോടുള്ള ബന്ധത്തെ കാണിക്കുകയാണ്. നിന്റെ കർത്താവായ മണവാളനായ ക്രിസ്തുവുമായിട്ടുള്ള നിന്റെ ബന്ധം അത് പൂക്കുമ്പോൾ, അത് ഊഷ്മളതയിലാകുമ്പോൾ, നീ ചില തീരുമാനങ്ങൾ എടുത്ത് ക്രിസ്തുവുമായിട്ട് അടുക്കുവാൻ നീ താല്പര്യപ്പെടുമ്പോൾ, ആ ബന്ധം ഫലവത്താകാതിരിക്കത്തക്കവണ്ണം അതിൻ്റെ ഇടയിൽ വന്നത് നശിപ്പിച്ചു കളയുന്ന ചെറുകുറുക്കന്മാരെ കുറിച്ചാണ് ഇവിടെ ഉത്തമീമത്തിൽ ശൂലേമിയായവൾ വിളിച്ചോർപ്പിക്കുന്നത്. അതോടുള്ള ബന്ധത്തിൽ നാം കുറിവാക്യമായി വായിച്ച രഹസ്യപാപങ്ങൾ എന്ന വിഷയങ്ങളിലൂടെ ചേർത്ത് അല്പസമയം കൊണ്ട് ഈ വിഷയം ഒന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. മുന്തിരിവള്ളി പൂത്തിരിക്കുന്നു. ഇതൊരു ഊഷ്മളമായ ബന്ധത്തിന്റെ തലത്തിലേക്ക് വരുന്ന അനുഭവം. ഷോസ് ദ ഫ്രൂട്ട്ഫുൾനെസ് ഓഫ് ദ റിലേഷൻഷിപ്പ്. ഇവിടെ ശൂലേമി കന്യകയാണ്, അല്ലെങ്കിൽ സഭയാണ്. കാന്തൻ ക്രിസ്തുവാണ്. ഒരു വ്യക്തി തന്റെ ആത്മമണവാളനായ ക്രിസ്തുവുമായുള്ള ആത്മീക ബന്ധം പൂക്കുന്നുവെന്ന് മണത്തറിയുന്ന കുറുക്കൻ. നോക്കണേ, ഈ കുറുക്കൻ ആരാണെന്ന് ഞാൻ പറയാതെ ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു കാണും. എപ്പോഴൊക്കെ മനുഷ്യൻ ദൈവവുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നോ, എപ്പോഴൊക്കെ മനുഷ്യൻ ദൈവവുമായിട്ട് ചില തീരുമാനങ്ങളും ഉടമ്പടികളും എടുക്കാൻ ശ്രമിക്കുന്നോ, എപ്പോഴൊക്കെ മനുഷ്യൻ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ കായ്ക്കാൻ ആഗ്രഹിക്കുന്നോ, അപ്പോഴൊക്കെ അത് മണത്തറിഞ്ഞു വന്ന് അതിൽ നിന്ന് തെറ്റിച്ചു കളയുവാൻ ശ്രമിക്കുന്ന ഈ ചെറു കുറുക്കന്മാരെ നാം തിരിച്ചറിയണം. ഏദൻ പറുദീസയിൽ തുടങ്ങിയതാണ് ഈ കുറുക്കന്റെ പരിപാടി. ദൈവവുമായി ഏറ്റവും അടുത്ത ബന്ധത്തിൽ ദൈവവുമായി അനുഭവിച്ചുകൊണ്ട് എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവത്തോടു കൂടെ നടന്ന്, ദൈവത്തോട് സംസാരിച്ച്, ദൈവത്തോട് ഇടപെട്ട്, ദൈവത്തിന് കീഴ്പ്പെട്ട്, ദൈവത്തെ കാണാനുള്ള ആഗ്രഹവും അവന്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള വിധേയത്വവുമുള്ള ഒരു കുടുംബത്തെ നമുക്ക് ഏതെന്നോട്ടത്തിൽ കാണാം. എന്നാൽ അവരുടെ ബന്ധം പൂത്തുലയുവാൻ സമ്മതിച്ചില്ല. ആ ഊഷ്മള ബന്ധം പുഷ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിലൊട്ടും സന്തോഷം കാണാൻ കഴിയാത്ത ഒരു കുറുക്കൻ ഇതാ തോട്ടത്തിൽ പ്രവേശിച്ച് അവരുടെ ബന്ധത്തെ തകർത്തുകളയുന്ന ഒരു അനുഭവം ഏദൻ പറുദീസയിൽ മുതൽ നമുക്ക് കാണാവുന്ന വിഷയമാണ്. ഈ കുറുക്കന്റെ സാന്നിധ്യം എല്ലാ തോട്ടങ്ങളിലും ഉണ്ട്. ഒരു ക്രിസ്തീയ കുടുംബം ഒരു തോട്ടമാണ്. ഒരു ക്രിസ്തീയ ജീവിതം ദൈവവും ആ വ്യക്തിയും തമ്മിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു തോട്ടത്തിന് തുല്യമാണ്. ദൈവസഭ എന്ന് പറയുന്നത് അടച്ചു കെട്ടപ്പെട്ട ഒരു തോട്ടമാണ്. ഇതിനകത്തെല്ലാം പ്രവർത്തിക്കുന്ന കുറുക്കന്മാരുടെ സാന്നിധ്യത്തെ ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. The foxes, the little foxes which create problems in our lives. ഇവിടെ പറഞ്ഞിരിക്കുന്ന മുന്തിരിവള്ളി മുന്തിരിത്തോട്ടമാണല്ലോ. വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ താൻ ഇതോടുള്ള ബന്ധത്തിൽ പ്രസ്താവിച്ചൊരു വാക്യം കഴിഞ്ഞ ദിവസത്തെ ലേഡീസ് മീറ്റിംഗില് ചിന്തിക്കുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു ക്രിസ്തു തന്നെ പ്രസ്താവിക്കുകയാണ്. താൻ പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. I am the true vine and my father is the husbandman, അല്ലെങ്കിൽ തോട്ടക്കാരൻ.
അതേ അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കാണുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ ഇവിടെ ഈ 2 വാക്യങ്ങൾ വായിച്ചതിലൂടെ 3 വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടു. 1 മുന്തിരി, 2 അത് സൂക്ഷിക്കുന്ന തോട്ടക്കാരൻ, 3 കൊമ്പുകൾ. ഈ തോട്ടത്തിന്റെ സൂക്ഷിപ്പുകാരൻ പിതാവായ ദൈവമാണെന്നും ഈ സാക്ഷാൽ മുന്തിരിവള്ളി താനാണെന്ന് പുത്രനായ ക്രിസ്തു തന്നെ പറയുമ്പോൾ ക്രിസ്തു പറയുകയാണ്, എന്നിൽ വസിക്കുന്ന കൊമ്പുകളാണ് വിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരും. എന്തിനാണ് നിങ്ങളെ എന്നോട് ചേർത്ത് നിർത്തിയിരിക്കുന്നത്? ഒരൊറ്റ ഉദ്ദേശമാണ് അതിനുള്ളത്. 16-ാം വാക്യം ഇങ്ങനെ ഓർപ്പിക്കുന്നു, വേഴ്സ് 16, ചാപ്റ്റർ 5 വേഴ്സ് 16. എന്താണ് അവിടെ പറയുകയാണ്? ഫലം കായ്ക്കുക എന്നുള്ളതാണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഓർപ്പിക്കുന്നു, ye should go and bring forth fruit and that your fruit should remain. ഫലം കായ്ക്കുക മാത്രമല്ല, നിലനിൽക്കുന്നൊരു ഫലം കായ്ക്കുവാൻ എന്നെയും നിങ്ങളെയും ആ മുന്തിരിയോട് ചേർത്തൊട്ടിച്ചു വെച്ചിരിക്കുന്ന കൊമ്പുകളാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവനില്ലാത്ത കൊമ്പുകളല്ല, നമ്മൾ ജീവനുള്ള കൊമ്പുകളാണ്. ഫലമില്ലാതെ വന്നാൽ അത് നിർജീവമാണ്, അതിനെ വെട്ടി തീയിലിട്ട് കളയുമെന്ന് ആ അധ്യായം വ്യക്തമായി നമ്മെ ഓർപ്പിക്കുമ്പോൾ, ഇവിടെ പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ഫലം കൊടുക്കാതിരിക്കത്തക്കവണ്ണം ആമേൻ ആ ബന്ധം പുഷ്പിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിനകത്ത് കയറി വന്ന് പൂ തന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന, പൂത്തു വരുമ്പോൾ തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ദുഷ്ട കുറുക്കന്റെ ആമേൻ ആ കണ്ണുകളെ, അവന്റെ ലക്ഷ്യത്തെ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം നിങ്ങളെന്ന് ഈ വാക്യത്തിലൂടെ, ഈ വചനത്തിലൂടെ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. കൊമ്പും മുന്തിരിവള്ളിയും തമ്മിൽ ചേർന്ന് വസിക്കുമ്പോൾ ആമേൻ പൂക്കാൻ തുടങ്ങി. കർത്താവ് പറയുകയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമാണ്, ഈ മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ, ഒട്ടി നിന്നെങ്കിൽ മാത്രമേ ആ മുന്തിരിവള്ളിയുടെ അനുഭവം കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്നെ കൊണ്ടും നിന്നെ കൊണ്ടും സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്, പിതാവായ ദൈവം ആ തോട്ടക്കാരൻ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഫലങ്ങൾ കൊടുക്കണമെന്നാണ്. ആ ഫലങ്ങൾ കൊടുക്കാൻ കഴിയാതിരിക്കുന്നെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന ചില കുറുക്കന്മാരെ ഇന്ന് കണ്ടെത്തി അതിനെ പിടിച്ചു കൊന്നു കളയുവാൻ ഇന്ന് ആ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ. ആ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാർ. വേദപുസ്തകം കുറുക്കന്മാരെ വിശേഷിപ്പിച്ചതൊക്കെ ഒരു നശിപ്പിക്കുന്ന മൃഗമായി. ഇത് വലിയ വലിപ്പമുള്ള മൃഗമൊന്നുമല്ല. ആന പോലെയോ അല്ലെങ്കിൽ വലിയ കാള പോലെയോ ഒന്നും വലിപ്പമില്ല. ഈ പുലി വളരെ ചെറുതാണ്. ഇനി ഒരു സാധാ കുറുക്കൻ പോലും, വളർന്ന കുറുക്കന് പോലും വലിയ വലിപ്പമില്ലെങ്കിൽ പിന്നെ ചെറു കുറുക്കന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഈ പുള്ളിക്കാരൻ ചെറുതാണെങ്കിലും നശീകരണ സ്വഭാവത്തിൽ വില്ലനാണ്. ഇതാണ് ഇവന്റെ പ്രത്യേകത. വേദപുസ്തകത്തിൽ 2-3 ഭാഗങ്ങളിൽ ഈ പുള്ളിക്കാരനെ വിശേഷിപ്പിച്ചുള്ള ഭാഗങ്ങൾ ഞാനത് ഓർപ്പിക്കാം. ഇവന്റെ സ്വഭാവത്തെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയാണ്.
ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 4-ാം വാക്യം, ജഡ്ജസ് ചാപ്റ്റർ 15:4. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, ശിംശോൻ പോയി 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് പന്തമെടുത്ത് ഈ 2 വാലിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടിയിട്ട് എന്തോ ചെയ്തു? അടുത്തത് പറയുന്നു, പന്തത്തിന് തീ കൊളുത്തി ഫെലിസ്ത്യരുടെ വിളവിലേക്ക് വിട്ടു. കറ്റയും വിളവും ഒലിവ് തോട്ടങ്ങളും എല്ലാം ചുട്ടുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ശിംശോൻ ഫെലിസ്ത്യ ദേശത്ത് തന്റെ ഭാര്യയെ അന്വേഷിച്ചിരുന്നു. ഭാര്യയുടെ പിതാവ് പറഞ്ഞു, നീ കുറെ കാലമായല്ലോ വന്നിട്ട്, ഇനി നീ വരത്തില്ലെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ മറ്റൊരുവന് നിന്റെ ഭാര്യയെ കൊടുത്തു. നിനക്ക് വേണമെങ്കിൽ വേറൊരു പെൺകുട്ടിയെ തരാം, അവളുടെ അനുജത്തിയെ വേണമെങ്കിൽ നിനക്ക് വിവാഹം കഴിപ്പിച്ച് തരാം. അതിലൊന്നും ശിംശോൻ സംതൃപ്തനായില്ല. തന്നോട് തന്റെ അമ്മായിയപ്പൻ കാണിച്ച ആ ദേഷ്യത്തിൽ ഫെലിസ്ത്യരെ ഒന്നൊടുക്കം നശിപ്പിക്കുവാൻ, അവരുടെ വിളവുകളും അവരുടെ ഫലങ്ങളും അധ്വാനത്തിന്റെ ഫലം നശിപ്പിക്കുവാൻ ശിംശോൻ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു കുറുക്കന്മാർ. എന്താണ് ശിംശോൻ ചെയ്തത്? 300 കുറുക്കന്മാരെ പിടിച്ചു. അതിനെ 2 പേരാക്കി, അല്ലെങ്കിൽ ഓരോ പേരുകളാക്കി. അപ്പോൾ 150 പേർ. 2 എണ്ണത്തിന് ഒന്നിച്ച് കൂട്ടിക്കെട്ടി, വാല് കൂട്ടിക്കെട്ടിയിട്ട് ആ വാലിലോട്ട് ഒരു തീപ്പന്തം കൂടെ കൊളുത്തി. വാലിന്റെ അറ്റത്ത് തീ കത്തിയാ പിന്നെ കുറുക്കൻ നിൽക്കുമോ? കുറുക്കൻ തീയും കൊണ്ട് ഓടി. എവിടോട്ടാ ഓടിയത്? ഫെലിസ്ത്യരുടെ വയലുകളിൽ ഗോതമ്പും യവവും ഒക്കെ വിളഞ്ഞു കിടക്കുന്ന വയലുകളിൽ കറ്റ കൊയ്ത്ത് കഴിഞ്ഞ് കറ്റയൊക്കെ കെട്ടിവെച്ചിരുന്ന പാടങ്ങളിലേക്കാണ് ഈ പുള്ളികൾ ഓടിപ്പോയത്. അവരുടെ ഒലിവ് തോട്ടങ്ങളിലേക്കാണ് പോയത്. വെറും 300 കുറുക്കനെ കൊണ്ട് ഫെലിസ്ത്യരുടെ മുഴുവൻ കൃഷിയുടെ അനുഭവവും ഇല്ലാതാക്കി കളയുവാൻ, ഒരു ദേശത്തിന്റെ മുഴുവൻ ഭക്ഷ്യസമൃദ്ധി ഇല്ലാതാക്കാൻ ഈ കുറുക്കന്മാരെ കൊണ്ട് കഴിയും. അപ്പോൾ വാസ്തവത്തിൽ ആ ദേശത്തിന്റെ നിവാസികളുടെ കൈകളുടെ അധ്വാനത്തിന്റെ ഫലമാണ് നിമിഷങ്ങൾ കൊണ്ട് ഈ കുറുക്കന്മാർ ഇല്ലാതാക്കിയത്. നശിപ്പിച്ചു. വയലുകൾ മാത്രമല്ല, ഒലിവ് തോട്ടങ്ങൾ പോലും കത്തി നശിച്ചു. കുറച്ചു കുറുക്കന്മാർ ചെയ്ത പണിയാണ്. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയാണ് നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ യെരുശലേമിന്റെ ഒളിഞ്ഞുപോയ മതിലുകളെ പണി നടക്കുമ്പോൾ അവിടെയും ആ പണിയൊന്നും ഇഷ്ടപ്പെടാത്തൊരു കുറുക്കന്മാർ 2 പേര് വന്നു. ആ കുറുക്കന്മാരുടെ പേരുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, സൻബല്ലത്തും തോബിയാവും. അതിലൊരുവന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ് ഈ രേഖപ്പെടുത്തുന്നത്. തോബിയാവ് അവൻ പറയുകയാണ്, അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. അപ്പോൾ തോബിയാവിനെ അങ്ങ് മാറ്റി നിർത്താം. ആ കുറുക്കന്റെ പണിയൊന്ന് ശ്രദ്ധിച്ച്, ഇസ്രയേൽ മക്കൾ കെട്ടിപ്പോയ മതിലുകളിന്മേൽ കയറി ആ കൽക്കെട്ടുകൾ തള്ളിയിടുന്ന പരിപാടി കുറുക്കന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു കുറുക്കൻ കയറിയാൽ അത് വീണുപോകുമെന്ന അതിന്റെ ബലത്തെ കുറിച്ചാണ് ഈ തോബിയാവ് വിവരിച്ചതെങ്കിലും അതിന്റെ ലിറ്ററൽ മീനിങ് അങ്ങനെയാണെങ്കിൽ പോലും ഒരു നിമിഷത്തേക്ക് നമ്മൾ അതിൽ നിന്നൊന്ന് മാറി കുറുക്കന്റെ പ്രവൃത്തി ഒന്ന് ചിന്തിച്ചാൽ
എന്താണ് ഈ കുറുക്കന്റെ പ്രവൃത്തി കാണിക്കുന്നത്? ആത്മീയമായ ദൈവീയമായ പ്രവൃത്തികൾ ഇടിച്ചു കളയുവാൻ, നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കുറുക്കന്മാരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ശക്തികളെയും നമുക്ക് നമ്മുടെ ചുറ്റിനും കാണാൻ സാധിക്കും. പുതിയ നിയമത്തിൽ ഈ പുള്ളിയുടെ ഒരു പ്രതിപാദ്യമേ ഉള്ളൂ. അത് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിൽ, അതിന്റെ 31-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, പരീശന്മാരടുത്ത് വന്നിട്ട് പറയുകയാണ്, ഹെരോദാവ് നിന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ നാഴികയിൽ തന്നെ ചില പരീശന്മാരടുത്ത് വന്ന്, ഇവിടം വിട്ട് പോയിക്കൊള്ളുക, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. ഭീഷണിപ്പെടുത്തുന്ന കുറെ കുറുക്കന്മാർ. ഇവിടൊന്നും പ്രേരണയൊന്നും ചെയ്യരുത് കേട്ടോ, ഇവിടെ വല്ലതും ചെയ്താൽ ഇവിടെ വലിയ പ്രശ്നമാ, ഇവിടെ നിന്റെ ജീവൻ പോലും പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവിടെ സുവിശേഷമൊന്നും പറയരുത്, മിണ്ടരുതെന്ന് പറഞ്ഞ് വാപത്താൻ ശ്രമിക്കുന്ന, വെരുട്ടാൻ ശ്രമിക്കുന്ന, ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കുറുക്കന്മാരുടെ സംഘം അവിടെ ഇസ്രയേലിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നു. അതിന് പിശാച് കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചൊരു കൂട്ടരായിരുന്നു പരീശന്മാരും ശാസ്ത്രിമാരും. അവര് വന്നിത് പറഞ്ഞപ്പോൾ ആരുടെയും പേര് പറയാതെ ഹെരോദാവിനും അപ്പോൾ തന്നെ ആ വാർത്ത പറഞ്ഞ പരീശന്മാർക്കും ഒത്ത മറുപടി എന്ന വണ്ണം എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഒരു മറുപടിയാണ് 32-ാം വാക്യം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, എന്നെ പിടിച്ചു കൊല്ലുമെന്നൊന്നും പറഞ്ഞാൽ ആ പറഞ്ഞവനോട് പറഞ്ഞേര്, ആ കുറുക്കനോട് പറഞ്ഞേര്, ഞാൻ എന്റെ ശുശ്രൂഷ നിർത്താൻ പോകുന്നില്ല, ഞാൻ രോഗശാന്തിയുടെ ശുശ്രൂഷയും ഭൂതശാന്തിയുടെ ശുശ്രൂഷയും അടുത്ത 3 ദിവസത്തേക്ക് ഈ രാജ്യത്ത് തന്നെ, ഈ ദേശത്ത് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. എന്താണ് ഇത് കാണിക്കുന്നത്? ഇതും ആത്മീക ശുശ്രൂഷകൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന കുറുക്കന്മാരെയാണ് ഇവിടെ കണ്ടത്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ഫിസിക്കൽ കുറുക്കനല്ല അവിടെ ഉള്ളത്. കുറുക്കൻ എന്ന് അവിടെ ചിത്രീകരിക്കപ്പെട്ടത് പരീശന്മാരും ഹെരോദാവുമാണ്. അവർ രണ്ടും ചേർന്നാണല്ലോ യേശുവിനെ കൊന്നൊടുക്കുവാൻ ശ്രമിക്കുന്നത്. എന്താണ് അവരുടെ എതിർപ്പ്? കാരണം യേശു വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു. പരീശന്മാരും ശാസ്ത്രിമാർ അവരുടെ റബായിമാരാണ്. അവരുടെ മതപണ്ഡിതന്മാർ എത്ര ശ്രമിച്ചിട്ടും സൗഖ്യം കൊടുക്കാൻ കഴിയാത്ത ഭൂതഗ്രസ്തരെയൊക്കെ യേശു സൗഖ്യമാക്കുന്നു. അവരുടെ കൺമുൻപിൽ ജനങ്ങൾ കാണുക ഉടന്തന്മാരെ സൗഖ്യമാക്കുന്നു, കുരുടന്മാർക്ക് കാഴ്ച പ്രാപിക്കുന്നു. ദിനം പ്രതി യേശുവിന്റെ പോപ്പുലാരിറ്റി വളരുന്നു. ജനമെല്ലാം യേശുവിന്റെ പക്ഷത്ത് ചേരുന്നു. ഇങ്ങനെ പോയാൽ തങ്ങളുടെ കാര്യം അവതാളത്തിലാകുമെന്ന് തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം കുറുക്കന്മാർ അവര് ദൈവപ്രവൃത്തിക്ക് വിരോധമായി എഴുന്നേൽക്കുകയാണ്. യേശു അവരെ വിളിച്ചത് കുറുക്കന്മാരാണ്. ഒരുപക്ഷെ യേശു തന്റെ ഇഹലോകവാസത്തിൽ താൻ ഉപയോഗിച്ച ഏറ്റവും കട്ടികൂടിയ പദമായിരുന്നു കുറുക്കൻ, അല്ലേ? അതിൽ മോശമായ ഒരു പദം യേശു ഉപയോഗിച്ചിട്ടേയില്ല. അപ്പോൾ അത്രയ്ക്ക് പ്രയാസം വരുത്തുന്ന, നാശം വരുത്തുന്ന ഒരു ജീവിയായിട്ടാണ് വേദപുസ്തകം ഈ കുറുക്കനെ ചിത്രീകരിക്കുന്നത്. ഇവിടെ ഉത്തമഗീതത്തില് ശലോമോൻ വിളിച്ചു പറയുകയാണ്, ക്യാച്ച് ദ ലിറ്റിൽ ഫോക്സ്, ചെറുകുറുക്കന്മാരെ തന്നെ
പിടിച്ചു തരുവിൻ, പിടിച്ചു തരുവിൻ, പിടിക്കണം, പിടിച്ചു കെട്ടണം. ചെറുകുറുക്കൻ വലിപ്പം കൊണ്ടും ഭാവം കൊണ്ടും അപകടകാരിയാണെന്ന് തോന്നത്തില്ലെങ്കിലും ആള് കുറുക്കനാണ്. അതാണ് അതിന്റെ പ്രശ്നം, അല്ലേ? ചെറുകുറുക്കൻ എന്ന് വിശേഷിക്കപ്പെടുമ്പോൾ ആ കുറുക്കന്റെ മുഖത്തോട്ടം നോക്കിയേ, അവൻ വലിയ ഭീകരനാണെന്നൊന്നും തോന്നത്തില്ല. കാര്യം കുഞ്ഞ ഒരു നിഷ്കളങ്കത അതിന്റെ മുഖത്ത് കാണാനുണ്ട്. അത് വലിയ ഉപദ്രവകാരിയാണ് എന്നൊന്നും ഒറ്റ നോട്ടത്തിൽ തോന്നത്തില്ല. അതാണ് ചെറുകുറുക്കന്റെ പ്രത്യേകത. The little foxes doesn't seem to be harmful. It looks to be very soft and gentle, and you can never imagine that these little foxes can be really a trouble in your life. അതാണ് ഇതിന്റെ പ്രത്യേകത. ചെറുകുറുക്കൻ എന്ന് പറയുമ്പോൾ നീ അറിയാതെ ഞാൻ അറിയാതെ എന്റെ ജീവിതത്തിൽ കടന്നുകൂടി ആരും ശ്രദ്ധിക്കപ്പെടാതെ തോട്ടത്തിലൂടെ നിഷ്കളങ്കമായി നടന്ന് ആ തോട്ടം നശിപ്പിക്കുന്ന ഒരു ജന്തുവായിട്ട് ഇവിടെ ചെറുകുറുക്കനെ കാണുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതമാകുന്ന തോട്ടങ്ങളിൽ ഞാനും നിങ്ങളും അറിയാതെ, ഞാനും നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കാതെ, ഞാനും നിങ്ങളും വലിയ വില കൽപ്പിക്കാത്ത ചെറിയ ചെറിയ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ കാണിക്കുന്നതാണ് ഈ ചെറുകുറുക്കനെന്ന് ദൈവവചനം നമ്മോട് വ്യക്തമായി പറയുന്നു. നമ്മൾ നിസ്സാരമായി കരുതുന്ന ചെറിയ പാപങ്ങളാണ് ഇത്. പാപം, മനോഭാവം, സ്വഭാവം, ചെറിയ ന്യൂനതകൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡിലുള്ള ചെറിയ പ്രശ്നങ്ങൾ, നാം നിസ്സാരമായി കണക്കാക്കുന്ന ചില പാപങ്ങൾ, the small and silly things what we never consider as sins, the little attitudes which transforms to bigger sins, and our characters which develops into sins. ഇതിനെയൊക്കെയാണ് ലിറ്റിൽ ഫോക്സസ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. വേദപുസ്തകം പറയുന്ന നിലവാരത്തിൽ വിശുദ്ധിയും വേർപാടും പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ നാം ന്യായീകരണങ്ങൾ കണ്ടെത്തും, അല്ലേ? പുകവലിക്കുന്ന ഒരു മനുഷ്യനോട് പുക വലിക്കരുത് എന്ന് പറഞ്ഞാൽ താൻ സ്വയം ന്യായീകരിക്കാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പുക വലിക്കരുതെന്ന് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും വാക്യമുണ്ടോ? മദ്യപന്മാർ അവർക്ക് തന്നെ ന്യായീകരണം കണ്ടെത്തും. യേശു തന്നെയല്ലേ ആദ്യമായി വെള്ളത്തെ വീഞ്ഞാക്കിയ പാർട്ടി? അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇച്ചിരി ഇത് സേവിച്ചാൽ എന്താ കുഴപ്പം? ന്യായീകരണങ്ങളാണ്. കാരണം അവർക്ക് ആ ചെറുകുറുക്കന്മാരെ ഒന്ന് പിടിച്ചു കെട്ടുവാനുള്ള താല്പര്യമില്ലാത്തത് കൊണ്ട് അതിനെ ന്യായീകരിച്ച് അതിന്റെ കൂടെ നടക്കുന്ന, അതിനെ താലോലിക്കുന്ന ഒരനുഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 2 Corinthians 7 അധ്യായം 1 വാക്യം, 2 Corinthians chapter 7 verse 1, it says, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി, അല്ലേ? ഇവിടെ പറയുകയാണ്, having therefore these promises, dearly beloved, let us cleanse ourselves from all filthiness of the flesh and the spirit. അപ്പോൾ ജഡത്തിൽ ഫിൽത്തിനെസ് ഉണ്ട്, ആത്മാവിലും ഫിൽത്തിനെസ് ഉണ്ട്. ജഡത്തിൽ കന്മഷമുണ്ട്, ആത്മാവിലും അശുദ്ധിയും കന്മഷവും ഉണ്ട് എന്ന് ഈ വചനങ്ങൾ ഓർപ്പിക്കുന്നു. ജഡത്തിന്റെ കന്മഷങ്ങളെ നമുക്കറിയാം, എന്നാൽ ആത്മാവിന്റെ കന്മഷങ്ങൾ എന്താണ്? ആത്മാവിന്റെ ഫിൽത്തുകൾ എന്താണ്? നാം അറിഞ്ഞും അറിയാതെയും ഈ ദിവസങ്ങളില് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ആത്മീയമായി കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, ഇതുകൊണ്ട് എന്റെ നിത്യതയ്ക്ക് തടസ്സമാകത്തില്ല എന്ന് കരുതി ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് ചിന്തിച്ച് നാം താലോലിക്കുന്ന, ഓമനിക്കുന്ന ചില രഹസ്യ പാപങ്ങളെ
പാപങ്ങളെ കുറിച്ചാണ് ഈ ചെറു കുറുക്കന്മാർ നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ചില രഹസ്യ പാപങ്ങൾ, ചില ചെറു കുറുക്കന്മാർ ഇന്ന് രാത്രി പിടിക്കപ്പെടണം. ഇന്ന് പകൽക്കാലം അവനെ പിടിച്ചില്ലെങ്കിൽ ഈ കുറുക്കൻ വളർന്നു കഴിഞ്ഞാൽ ഇത് നാശമാണ്. ഇത് പിന്നെ നിന്റെ ജീവന് തന്നെ അപകടമായി തീരുന്ന നിലയിലേക്ക് ഇത് വളരും. ഇത് ചെറുതായിരിക്കുമ്പോൾ ഇതിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവവചനവും ദൈവാത്മാവും അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. ചെറുകുറുക്കന്മാർ മൂന്ന് തരത്തിലുള്ള ചെറിയ പാപങ്ങളെ ഞാൻ ഓർമ്മിച്ചു വിടാം. ഒന്ന് ഹാർട്ട് സിൻസ്, രണ്ട് ലിപ് സിൻസ്, മൂന്ന് ബിഹേവിയറൽ സിൻസ്. ഹൃദയം കൊണ്ട് ചിന്തകളിൽ കൂടെയും വികാരത്തിലൂടെയും ചെയ്യുന്ന പാപങ്ങൾ. രണ്ട് ലിപ് സിൻസ്, നമ്മുടെ വാക്കുകളിൽ കൂടെ പുറത്തു വരുന്ന പാപങ്ങൾ. മൂന്ന് നമ്മുടെ സ്വഭാവത്തിലൂടെ പുറത്തു വരുന്ന പാപങ്ങൾ. The sins from the heart, the sins from the lips and the sins from the character. Stop. രഹസ്യപാപം അല്ലേ? സങ്കീർത്തനം 51:10, Psalms 51:10 says, ദൈവമേ, ദാവീദ് പറയുകയാണ്, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ. Create in me a clean heart, O God, and renew a right spirit within me. അപ്പോൾ എന്റെ ഹൃദയത്തിന് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. It needs a cleansing. My heart needs a cleansing. And give me a right spirit. സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ, ചലിക്കുന്ന ഒരു ആത്മാവല്ല, വഴുതിപ്പോകുന്ന ഒരു ആത്മാവല്ല. ആമേൻ. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ചാഞ്ചാടുന്ന ഒരു ആത്മാവിനെ അല്ല എനിക്ക് വേണ്ടത്. എപ്പോഴും ദൈവവചനത്തിൽ സ്ഥിരതയോട് ഉറച്ചു നിൽക്കുന്ന, ദൈവത്തിന് എപ്പോഴും ആശ്രയം വെക്കുന്ന ഒരുറപ്പുള്ള സ്ഥിരതയുള്ള ആത്മാവിനെ എനിക്ക് തരണം. അതിന് തക്ക ശുദ്ധിയുള്ള ഒരു ഹൃദയത്തെ എനിക്ക് തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ് അല്ലേ? അപ്പോൾ ഹൃദയത്തിൽ ചിന്തകളിലൂടെ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ അത് ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് ശുദ്ധീകരിക്കണം. A cleansing is required for the heart and your brain. The brain is the seat of your thoughts and every sin originates from a thought. ഏതൊരു പാപവും ചിന്തയിൽ നിന്നാണ് ഉരുത്തിരിയുന്നതെന്ന് നാം പഠിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് മുഴുവൻ നിയമങ്ങൾ പാലിക്കുന്നതിനല്ല, മറിച്ച് നിയമങ്ങൾക്ക് പുറകിലുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ വരേണ്ട മാറ്റങ്ങളെ കുറിച്ചാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് പഠിപ്പിച്ചത് മുഴുവനെങ്കിൽ ഒരു മാനസാന്തരത്തിലേക്ക് ജനം നയിക്കപ്പെടണമെന്നാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിച്ചത്. ആ മാനസാന്തരത്തിലേക്ക് നമ്മൾ വരണം. ആ മാനസാന്തരത്തിലേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ, അതിന്റെ ഫലങ്ങൾ വരുന്നു എന്ന് കാണുമ്പോൾ, അത് നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ കുറിച്ചാണ് നാം ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം വായിച്ച 90-ാം സങ്കീർത്തനം 8-ാം വാക്യം നമുക്കറിയാമല്ലോ. അവിടെ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. നാം പോലും അറിയാതെ നമ്മിൽ വസിക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികളാകുന്ന പക, പിണക്കം, ജാരശങ്ക, അസൂയ അല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ കുറുക്കന്മാരാണോ? എല്ലാം മറന്ന ദൈവസന്നിധിയിൽ ഒന്ന് നന്നായി ജീവിക്കാമെന്നൊക്കെ തീരുമാനമെടുത്ത് ചില സമർപ്പണമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് കുറുക്കൻ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഏതെങ്കിലും ഒരു സഹവിശ്വാസിയോട് ഒരു പക, ഒരു പിണക്കം, ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടിട്ട് നാം അറിയാതെ നമ്മുടെ ഫലങ്ങളെ ഇല്ലാതാക്കുന്ന ഈ കുറുക്കനെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ തിരിച്ചറിയണം.
ഇവൻ അപകടകാരിയാണ്. ഇവൻ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ നിത്യതയാണ് എന്ന് ഇന്ന് പകലിൽ നാം തിരിച്ചറിയുക. അപ്പോൾ ചിന്തകളിലൂടെ നാം ചെയ്യുന്ന പാപപ്രവൃത്തികളെ നാം തിരിച്ചറിയുന്നു. കൊലപാതകത്തെ കുറിച്ച് വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പഠിപ്പിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതെന്താ? കൊല ചെയ്യരുത് എന്ന് പൂർവന്മാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കോപിക്കരുത്. പിന്നെന്താ പറഞ്ഞത്? കോപത്തിന് കാരണം നിസ്സാരനായിട്ട് നിന്റെ സഹോദരനെ കണ്ടതാണ്. മൂന്നാമത് പറഞ്ഞു, നീ മൂഢനായിട്ട് അവനെ കണ്ടു. അപ്പോൾ കൊലപാതകത്തിന്റെ പിന്നിലെ കാരണമാണ്, അതിലേക്ക് നയിച്ച ചിന്തയാണ് യേശുവിന്റെ വിഷയം. നീ ചെയ്ത പ്രവൃത്തിയിലല്ല യേശു നോക്കുന്നത്, മറിച്ച് ചിന്തയിലൂടെ നിന്നെ ആ പ്രവൃത്തിയിലേക്ക് നയിച്ച വിഷയത്തെയാണ് യേശു പഠിപ്പിക്കാൻ ശ്രമിച്ചത്. കൊലപാതകത്തിൽ എത്തിച്ച വിഷയം എന്തായിരുന്നു? ഒന്ന്, ആ സഹോദരനെ ഒന്നിനും കൊള്ളാത്ത നിസ്സാരനാണ്, ഗുഡ് ഫോർ നത്തിങ്, ഫൂളാണ്, മൂഢനാണെന്ന് നീ അവനെ കുറിച്ച് കരുതിയതാണ് നിന്റെ ഹൃദയത്തിൽ ആദ്യം നീ ചെയ്ത ദോഷം. അത് കഴിഞ്ഞിട്ട് നീ അവനെ എന്തായിട്ട് കണ്ടു? നിസ്സാരനായിട്ട് കണ്ടു. അവനോട് എന്തു ചെയ്താലും അവൻ എതിർക്കാൻ കഴിയത്തില്ല. എന്റെ മുൻപിൽ അവൻ ഒന്നുമില്ല, അവൻ വെറും നിസ്സാരനാണ് എന്ന് അവനെ കുറിച്ച് കണ്ടു. ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് അവന് വിരോധമായിട്ടുള്ളതിന്റെ കോപം വർദ്ധിച്ചു. ആ കോപത്തിൽ നിന്നാണ് നീ അവനെ ഹത്യ ചെയ്യുവാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുവാൻ നീ ശ്രമിച്ചത്. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ യേശു പറഞ്ഞു, കത്തിയെടുത്ത് കുത്തി ഒരുത്തന്റെ ജീവൻ എടുക്കുന്നതല്ല കൊലപാതകം. അവനോട് കോപിച്ചാൽ തന്നെ, അവനെ നിസ്സാരനായി കണ്ടാൽ തന്നെ, അവനെ മൂഢനായിട്ട് നീ വിളിച്ചപ്പോൾ തന്നെ നീ അവനെ കൊല ചെയ്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചിന്തയിലാണ് പാപം ഇരിക്കുന്നത്. ആ ചിന്തയിലൂടെ പാപം നിന്റെ ഉള്ളിൽ കടത്തി നിന്നെ ഫലം കൊടുക്കാൻ കഴിയാത്ത നിലയിലാക്കി തീർക്കുന്ന നിന്റെ ജീവിതത്തിലെ ചിന്തകളാകുന്ന ചെറുകുറുക്കന്മാരെ ഇന്ന് പകൽക്കാലം പിടിച്ചു കെട്ടാനുള്ള ദൈവകൃപ പ്രാപിച്ച് ഈ മെസ്സേജ് കേൾക്കുന്ന ഒരു ദൈവവൈദ്യര നിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കാവൂ എന്ന് ദൈവാത്മാവിൽ ഓർപ്പിക്കുകയാ. കഴിഞ്ഞ നാളുകളില് എത്ര ശ്രമിച്ചിട്ടും ചിന്തകൾക്ക് കടിഞ്ഞാണിടാൻ കഴിയാതെ പിന്നെയും ചിന്തയിലൂടെ പാപം ചെയ്ത് അനേകർക്ക് വിരോധമായിട്ട്, കൂട്ടു സഹോദരന്മാർക്ക് വിരോധമായി ഹല്ലേലൂയ ആമേൻ ചെയ്തു കൂട്ടിയ ചിന്തകളിലൂടെയുള്ള പാപങ്ങളെ ഇന്ന് പകൽക്കാലം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു നിരപ്പ് പ്രാപിച്ച് ആ കുറുക്കനെ ഒന്ന് പിടിച്ചു കെട്ടുവാൻ ഇന്ന് പകലിൽ നമുക്ക് ഉത്സാഹിക്കാം. അടുത്തതായിട്ട് വചനം പറയുകയാണ്, ലിപ്സ് സിൻസ്, വാക്കുകൾ കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ. the wrong things what we say. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞു കൂട്ടുന്ന വാക്കുകളുണ്ടല്ലോ. 141-ാം സങ്കീർത്തനം 3-ാം വാക്യം, Psalms 141 verse 3 says, യഹോവേ എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി എന്റെ അധരദ്വാരത്തെ കാക്കണമേ. എന്റെ വായ്ക്കൊരു കാവൽ നിർത്തണമെന്ന്, എന്റെ അധരദ്വാരത്തെ കാക്കണമെന്ന്. set a watch, O Lord, before my mouth, keep the door of my lips. ഇന്ന് പകൽക്കാലം കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? എന്റെ വായിലൂടെ പ്രവർത്തിക്കുന്ന ഈ ചെറു കുറുക്കനെ ഇന്ന് പകൽക്കാലം പിടിച്ചു കെട്ടുവാനുള്ള ഒരു കൃപ എനിക്ക് തരണം കർത്താവേ. ആ കുറുക്കൻ പുറത്തു ചാടി നാശമുണ്ടാകാത്ത വിധത്തിൽ എന്റെ വായ്ക്കൊരു കാവൽ നിർത്തണം. എന്റെ അധരദ്വാരത്തെ നീ കാക്കണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. മൗനമായിട്ടിരിക്കുവാൻ ദുഷ്ടൻ എന്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം എന്ന് വചനം ഓർപ്പിക്കുകയാണ്. മിണ്ടാതിരിക്കുന്നിടത്ത് മിണ്ടാതിരിക്കാൻ, മൗനമായിട്ടിരിക്കുന്നിടത്ത് മൗനമായിട്ടിരിക്കാൻ, സംസാരിക്കേണ്ടാത്തിടത്ത് സംസാരിക്കാതിരിക്കാൻ, സംസാരിക്കേണ്ടത് മാത്രം സംസാരിക്കുവാൻ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഈ കുറുക്കനെ ഒന്ന് പിടിച്ചു കെട്ടുകാൻ നമ്മൾ ശ്രമിക്കുക. സങ്കീർത്തനം 120-ന്റെ സ്തോത്രം 2-ാം വാക്യം, Psalms 120 verse 2. എന്താണ് അവിടെ പറയുന്നത്? യഹോവേ വ്യാജമുള്ള അധരങ്ങളെയും ആമേൻ
ഡംഭമുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. അല്ലെ, എന്താണ് അവിടെ പറയുന്നത്? യഹോവേ, വ്യാജമുള്ള അതിരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. നാവ് എങ്ങനെയുള്ളതാണ്? അത് കുറുക്കന് വഞ്ചനയുള്ളതാകട്ടോ, അത് വ്യാജം സംസാരിക്കുന്നതാകട്ടോ, അതിനെ അടക്കുവാൻ, ആ കുറുക്കനെ പിടിച്ചു കെട്ടുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങൾ വരുത്തും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫലം കൊടുക്കാതെ വണ്ണം, ഫലം കായ്ക്കാതെ വണ്ണം നമ്മെ തകർത്ത് കളയുന്ന, നമ്മുടെ തോട്ടത്തെ നശിപ്പിക്കുന്ന ഒരു കുറുക്കനാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന പാപങ്ങളെന്ന് അവിടെ ഏറ്റുപറയുന്നു. ബിഹേവിയറൽ സിൻസ്, നമ്മുടെ സ്വഭാവത്തിൽ ചില കുറുക്കന്മാരുള്ളതായിട്ട് വചനം നമ്മെ ഓർമ്മിക്കുക. മറ്റുള്ളവർ കാണത്തക്ക നിലയിൽ നമ്മിൽ പ്രകടമായ പാപങ്ങളാണ് ഈ ബിഹേവിയറൽ സിൻസ്. അതൊരു സ്വഭാവത്തിന്റെ ഭാഗമായി പോയി. എത്ര ശ്രമിച്ചാലും മാറ്റാൻ കഴിയത്തില്ല, എത്ര ശ്രമിച്ചിട്ടും വിടാൻ കഴിയുന്നില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അത് മാറ്റാൻ കഴിയുന്നില്ല. ചില പാപപ്രവൃത്തികൾ, ചില സംസാര രീതികൾ, ചില സ്വഭാവങ്ങൾ എത്ര ശ്രമിച്ചാലും മാറ്റാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ചില പ്രിയപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, മദ്യപാനം, വെറുകൂത്ത്, ഇതൊക്കെ പുറമെ മറ്റുള്ളവർ കാണത്തക്ക നിലയിൽ നമ്മളിൽ പ്രകടമാകുന്ന സ്വഭാവങ്ങൾ. ഈ സ്വഭാവങ്ങൾ നമ്മൾ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ, അതില്ലാതാകണമെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഈ കുറുക്കനെ പിടിച്ചു കെട്ടുവാൻ നാം ഇന്ന് മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഈ വക ചെറുകുറുക്കന്മാർ ആത്മാവിന്റെ ഫലങ്ങൾ നാം കായ്ക്കാതെ വണ്ണം നമ്മെ നശിപ്പിക്കുന്നതാണ്. ഈ കുറുക്കന്മാരൊക്കെ ചെയ്യുന്നത് എന്താണ്? ആത്മാവിന്റെ ഫലങ്ങളാകുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും വിശ്വസതയും പരോപകാരവും ഇന്ദ്രജയവും ഒന്നും എടുക്കാൻ കഴിയാതെ വണ്ണം, നമ്മളിൽ ഫലം കായ്ക്കാൻ കഴിയാതെ വണ്ണം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന, നമ്മുടെ തോട്ടത്തെ നശിപ്പിച്ചു കളയുന്ന ദുഷ്ടജന്തുവാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽക്കാലം അവനെ പിടിച്ചു കെട്ടുവാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടത് ആവശ്യമാണ് എന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ ചെറിയ കുറുക്കന്മാരെ കണ്ടില്ലെന്ന് വിചാരിക്കുന്നു. സ്തോത്രം. പണ്ട് ഞാൻ ഓർപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഹിമാലയ പർവ്വതത്തിൽ ഇടിച്ച് ആരും വീഴാറില്ല. കാരണം എന്നാ? ഹിമാലയ പർവ്വതത്തെ ദൂരത്തെ കാണും, അതേ ഇടിച്ചൊന്നും ആരും താഴെ വീഴത്തില്ല. അവർക്കെന്തൊക്കെ തെന്നി വീഴാറുണ്ട്, ഇടിച്ച് വീഴാറില്ല. പക്ഷെങ്കിൽ തെന്നി വീഴുന്നത്, അല്ലെങ്കിൽ വീഴുന്നത് എങ്ങനെയാണെന്നറിയാം? ചെറിയ കല്ലുകളിൽ തട്ടിയാണ്. നമ്മളെ വീഴ്ത്തുന്നത് കൊച്ചു കല്ലുകളാണെന്ന് തിരിച്ചറിയുക. നാം നിസ്സാരമെന്ന് കരുതുന്ന ചില നരച്ച പാപങ്ങൾ, നാം ഉപേക്ഷിക്കാൻ ശ്രമിച്ചിട്ടും ഉപേക്ഷിക്കാൻ കഴിയാത്ത ചില സ്വഭാവങ്ങൾ, ഒരുപക്ഷെങ്കിൽ കോപമായിരിക്കാം, ഒരുപക്ഷെ ക്രോധമായിരിക്കാം, ഒരുപക്ഷെ ദ്വന്ദ്വപക്ഷമായിരിക്കാം, ഒരുപക്ഷെ അസൂയയായിരിക്കാം, ഒരുപക്ഷെ പിണക്കമായിരിക്കാം. അതേതാണ് അവരവരുടെ ജീവിതത്തിലുള്ള കുറുക്കനെന്ന് അവരവർക്ക് തന്നെ തിരിച്ചറിയാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകല് ആ കുറുക്കനെ ഒന്ന് തിരിച്ചറിയുക. നമ്മുടെ മുന്തിരിവള്ളി നശിപ്പിച്ചു കളയുന്ന, നമ്മുടെ തോട്ടത്തെ നശിപ്പിക്കുന്ന ആ കുറുക്കനെ തിരിച്ചറിയുക. എങ്ങനെ നമുക്ക് ഈ കുറുക്കനെ പിടിച്ചു കെട്ടാം? ഇവരെയൊന്ന് പിടിച്ചു കെട്ടണമല്ലോ, കെട്ടേണ്ടത് ആവശ്യമാണ്. ചെറുകുറുക്കന്മാരെ പിടിച്ച് കൊന്നുകളയണമെന്നാണ് വചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഇവരെ പിടിച്ച് കെട്ടിയിടാനല്ല, പിടിച്ചെവിടെയെങ്കിലും കൂട്ടിലടയ്ക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. വചനം വളരെ ക്ലിയറാണ്. ഈ കുറുക്കന്മാരെ പിടിക്കുന്നത് കൊല്ലാൻ വേണ്ടി തന്നെ. അവനെ വെച്ചോണ്ടിരുന്നാൽ നാളെ ഇത് വലുപ്പമായി നിന്റെ ജീവിതത്തിന് അപകടമായി തീരും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യം, ഗലേഷ്യൻസ് ചാപ്റ്റർ 5:24, ജഡത്തിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ പ്രവൃത്തികളും, ജഡത്തിന്റെ അഭിലാഷവും ആത്മാവിന്റെ അഭിലാഷവും, ജഡീക മനുഷ്യനെ കുറിച്ചും ആത്മീക മനുഷ്യനെ കുറിച്ചും ഒക്കെ
വളരെ വ്യക്തമായും വിസ്താരത്തിലും അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിച്ചൊരു അധ്യായമാണ് ഗലാത്യർ 5. അതെല്ലാം പറഞ്ഞു വന്നിട്ട് ജഡത്തിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ പ്രവൃത്തികളും ഒക്കെ ഫലങ്ങളുമൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ട് 24-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ ഓർമ്മിക്കുന്നു: ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ക്രിസ്തുയേശുവിനുള്ളവർ ചെറുകുറുക്കന്മാരെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കുറുക്കന്മാരെ പിടിച്ച് ക്രൂശിക്കുക തന്നെ വേണം, കൊന്നുകളയുക തന്നെ വേണം. അതല്ലാതെ അതിനപ്പുറത്തോട്ട് വേറെ ഒരു ഓൾട്ടർനേറ്റീവും ഇല്ല എന്ന് വചനം സ്പഷ്ടമായി പറയുന്നു. കൊന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? If you don't kill these little foxes, what will happen? Again Paul himself in Romans chapter 13 verse 14 he says, റോമാലേഖനം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ ഈ കുറുക്കന്മാരെ കൊന്നുകളഞ്ഞില്ലെങ്കിൽ, ക്രൂശിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുകയും മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പോൾ നോക്കണേ, കൊന്നുകളഞ്ഞില്ലെങ്കിൽ, ഈ ചിന്തയെ കൊന്നില്ലെങ്കിൽ, നിന്റെ ഹൃദയത്തില്, നിന്റെ ചിന്താമണ്ഡലത്തില് ഉരുത്തിരിഞ്ഞു വരുന്ന ആ പാപപ്രവൃത്തികളെ അവിടെ തന്നെ കൊന്നില്ലെങ്കിൽ അത് പിന്നത്തേതിൽ ഒരു വിഷസർപ്പം പോലെ നിന്നെ കൊന്നുകളയുമെന്ന് ദൈവവചനം വ്യക്തമായി ഓർപ്പിക്കുകയാണ്. Every evil thoughts in your mind is like a poisonous snake. If you don't kill it at the moment it originates, the next moment it will kill you. Either you kill the snake or you get killed by the snake. There is no other option. ഒന്നുകിൽ നീ ഈ വിഷപ്പാമ്പിന്റെ കടിയേറ്റ് നീ മരിക്കുക, അല്ലെങ്കിൽ നീ പാമ്പിനെ കൊല്ലുക. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു മാർഗമില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദനയെ, നിന്റെ ജീവിതത്തിൽ മോഹങ്ങൾ കൊണ്ടിട്ട് അത് ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്ന നിലയിലേക്ക് അത് വളർന്നു വരാതെ വണ്ണം അത് ചിന്തയായി നിന്റെ ജീവിതത്തിൽ ഒരു ചെറു കുറുക്കനായി തന്നെ നിന്റെ ജീവിതത്തിൽ പൊങ്ങി വരുമ്പോൾ, നിന്റെ ചിന്തയിൽ പൊങ്ങി വരുമ്പോൾ, അതിനെ അവിടെ വെച്ച് തന്നെ കൊന്നില്ല എങ്കിൽ, മരിപ്പിച്ചില്ല എങ്കിൽ അത് പിന്നീട് വളർന്ന് നിന്റെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചു കളയുന്ന ഒരു ദുഷ്ടശക്തിയായി വളരുമെന്ന് ദൈവവചനം വ്യക്തമായി നമ്മോട് വിളിച്ചു പറയുന്നു. You have to control your thoughts. Because every sin originates from a thought. Every evil thoughts are little foxes. And you can kill it when it is a little fox or when it is a thought. If you leave it to grow, better you be ready to be killed. ആ കുറുക്കനെ അതുപോലെ വിട്ടുകളഞ്ഞാൽ നാളെ നീ നശിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അത് നിന്നെ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മോഹമെന്ന വലിയ കുറുക്കനായി വളരുന്നതിന് മുമ്പ് ചിന്തയായ ചെറു കുറുക്കനെ കൊന്നുകളയണം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 10-ാം വാക്യം, 2 Corinthians chapter 7 verse 10, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. Here Paul says about a godly sorrow, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, for godly sorrow worketh repentance to salvation, not to be repented of, but the sorrow of the world worketh death. ലോകത്തിന്റെ ദുഃഖം മരണത്തെ ഉളവാക്കുമ്പോൾ മരണത്തിനായിട്ടുള്ള ദുഃഖമല്ല നമുക്ക് വേണ്ടത്, എന്നാൽ അനുതാപത്തിനായിട്ടുള്ള ഒരു ദൈവഹിതപ്രകാരമുള്ള ഒരു ദുഃഖത്തിലേക്ക് ഈ ദൈവവചനം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ്
ഇന്ന് പകൽക്കാലം ദൈവഹിതപ്രകാരമുള്ള ഒരു ദുഃഖം നിങ്ങളുടെ ഹൃദയത്തിൽ തരുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് മാനസാന്തരത്തിലേക്കും അത് രക്ഷയിലേക്കും നിങ്ങളെ വഴി നടത്തുമെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. അത് തന്നെയാണ് ദൈവവചനത്തിന്റെ ജോലി. ഇന്ന് പകൽക്കാലം ഈ വചനം നിന്റെ ഹൃദയത്തെ കുത്തുന്നുണ്ടെങ്കിൽ, ആമേൻ, നിന്റെ ഉള്ളത്തിന് ചൂട് പിടിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം തന്നെ വിളിച്ചു പറയുന്നു, ഇത് നിന്റെ ജീവിതത്തിന് ഒരു അനുതാപം വരാത്ത മാനസാന്തരത്തെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വചനമാണിത്. അനുതാപം വരാതെ നീ ഒരു മാനസാന്തരത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അനുതാപത്തിലൂടെ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ചില ചെറു കുറുക്കന്മാരെ കൊന്നൊടുക്കി നിന്റെ ജീവിതത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ സ്വർഗം തന്നിരിക്കുന്ന നല്ല അവസരമാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ മുന്തിരിവള്ളിയെ നശിപ്പിക്കുന്ന, നിന്റെ തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ കണ്ടെത്തി അതിനെ പിടിച്ച് നശിപ്പിച്ച് നിന്റെ തോട്ടത്തെ സൂക്ഷിക്കുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ബുദ്ധി ഉപദേശിക്കുകയാണ്. എന്റെ കഴിവുകൊണ്ട് ഈ കുറുക്കനെ കൊന്നൊടുക്കുവാൻ പിടിച്ച് സാധ്യമല്ല. ഗലാത്യ ലേഖനത്തിൽ തന്നെ 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ ഓർപ്പിക്കുന്നു. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:16 ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ആമേൻ. You have to walk according to the will of the Spirit. Walk in the Spirit and ye shall not fulfill the lust of the flesh. If you have to kill this little fox, you have to start walking in the Spirit. നീ ദൈവാത്മാവിൽ നടക്കുവാൻ ശ്രമിച്ചില്ലെങ്കിൽ, ദൈവാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന് വിധേയപ്പെട്ടില്ലെങ്കിൽ, നിന്റെ ജീവിതത്തെ ആത്മനിറവിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ, ഈ ചെറുകുറുക്കന്മാർ ഏത് നിമിഷവും നീ അറിയാതെ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നു നിന്റെ ഫലങ്ങളെ ഇല്ലാതാക്കുമെന്ന് ദൈവവചനം വ്യക്തമായി നമ്മളോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് അശൂനാൻകാരത്തെ വിളിച്ചു പറയുകയാണ്. അശൂനാൻകാരത്തെ പറയുന്നു, ഹല്ലേലൂയ, ഞങ്ങളുടെ മുന്തിരിവള്ളി പൂത്തിരിക്കിയാൽ, ഞങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീച്ചു, ഹല്ലേലൂയ, അവരുടെ ബന്ധം വളർന്നു, അവരുടെ സ്നേഹം വളർന്നു, അവരുടെ പ്രേമം പൂത്തുലയുകയാണ്. The relationship has started flowering. ഞങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇത് കുടുംബ ബന്ധമാണ്. കുടുംബ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ അതിന്റെ ഊഷ്മളതയെ തകർക്കുന്ന, അതിന്റെ സ്നേഹത്തെ തകർക്കുന്ന, അതിനെ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന ചെറു കുറുക്കന്മാരെ കണ്ടെത്തി അതിനെ പിടിച്ചു കെട്ടി അതിനെ ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുന്തിരിത്തോട്ടങ്ങളാകുന്ന കുടുംബങ്ങൾ ചീരത്തോട്ടങ്ങളായി മാറിത്തീരുമെന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. കുറുക്കന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഈ മുന്തിരിത്തോട്ടം ഒരു ചീരത്തോട്ടമാക്കി മാറ്റണം. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു മുന്തിരിത്തോട്ടം എന്നും മുന്തിരിത്തോട്ടമായി നിൽക്കണം. കാരണം എന്നാണെന്നറിയാമോ? ഈ മുന്തിരി മറ്റാരുമല്ല, സാക്ഷാൽ ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന മുന്തിരിയോട് ചേർന്നൊട്ടിക്കപ്പെട്ട ദൈവജനമേ, നാം ക്രിസ്തുവിന്റെ ഫലങ്ങൾ കൊടുക്കുവാൻ, ആത്മീക ഫലങ്ങൾ കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ ഞാനും നിങ്ങളും അതിലേക്ക് നടത്തപ്പെടുമ്പോൾ അത് തിരിച്ചറിയുന്ന ദുഷ്ടപിശാചാകുന്ന ചെറുകുറുക്കൻ, ആമേൻ, കുട്ടിപ്പിശാചുക്കൾ നമ്മുടെ തോട്ടത്തിൽ കയറി നമ്മുടെ നന്മകളെ, നമ്മുടെ ഫലങ്ങളെ നശിപ്പിച്ചു കളയുന്ന അനുഭവങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ നാം മടങ്ങി വരേണ്ടത് ആവശ്യമാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിക്കുക. കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ ചെറുകുറുക്കന്മാരുടെ അനുഭവം ഒരുപാട് വിശേഷിപ്പിക്കാനുണ്ട്. ആ ഒരു നിലയിലേക്ക് ഇന്ന് ഞാനിതിനെ കൊണ്ടുപോയിട്ടില്ല. മറിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ആമീൻ, എവിടെയൊക്കെയാണ് ഈ കുറുക്കന്മാർ കടന്നു വരുന്നത്? നമ്മുടെ ചിന്തയിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നാം അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടി ക്രിസ്തുവേശുവിൽ ഫലമുള്ളവരായി നിൽക്കാൻ കഴിയാതെ
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ തകർത്ത് കളയുന്ന ഈ ചെറുകുറുക്കന്മാരെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ ശക്തിയാൽ പിടിച്ചുകെട്ടി അതിനെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ച് എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.